തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ തത്സമയം. ഒരു ബൈ ഇലക്ഷനും പൊതുതെരഞ്ഞെടുപ്പിലും ജനപ്രതിനിധിയായിരുന്ന വ്യക്തിയാണ്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് കവടിയാറിൽ മത്സരിക്കുന്നു. ഏറ്റവും സീനിയറായ, കഴിഞ്ഞ ഏതാണ്ട് 25 വർഷം പൂർത്തിയാവാൻ പോകുന്ന നഗരസഭയിലെ ഏറ്റവും സീനിയറായ ശ്രീ ജോൺസൺ ജോസഫ് ഇത്തവണ ഉള്ളൂർ വാർഡിൽ നിന്ന് അദ്ദേഹം വീണ്ടും മത്സരിക്കുക. 30 വർഷം, അതിലും അല്ല 30 മുമ്പ് പഞ്ചായത്തിലും അംഗമായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് കോർപ്പറേഷൻ ലയിച്ചതിന് ശേഷം സ്ഥിരമായിട്ട് കോർപ്പറേഷൻ ജയിച്ചു വരിക. അതുപോലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ സുഭാഷ്, അദ്ദേഹമാണ് കിണവൂർ വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. മുമ്പ് പലതവണ നഗരസഭയെ പ്രതിനിധാനം ചെയ്തിട്ടുള്ള ശ്രീ D. അനിൽകുമാറാണ് പേട്ട വാർഡിലെ സ്ഥാനാർത്ഥി. അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി ലീഡറായിരുന്നു 2015-20 കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ നീതു രഘുവരൻ, അവർ പാങ്ങപ്പാറയിൽ മത്സരിക്കുന്ന നീതു രഘുവരൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അതുപോലെ കൊടപ്പനക്കുന്നിൽ മത്സരിക്കുന്ന ശ്രീമതി അനിത, അവർ മുൻ കൗൺസിലിൽ അംഗമായിരുന്നു. അവരും മത്സരിക്കുന്നത് വനിതകൾക്കുള്ള ജനറൽ സീറ്റിലാണ് അനിത. അത് മുമ്പും അങ്ങനെ 2015-20 അവർ വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്ത ജനറൽ സീറ്റിൽ തന്നെയാണ് അന്നും മത്സരിച്ചിരുന്നത്. ഒരു നിയമ വിദ്യാർത്ഥിനി കൂടിയായ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷാണ് മുട്ടടയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. മുൻ കൗൺസിലുണ്ടായിരുന്ന ശ്രീമതി ത്രേസ്യമ്മ തോമസ് നാലാഞ്ചിറ, ഇപ്പോഴത്തെ സിറ്റിംഗ് മെമ്പറായിട്ടുള്ള മേരി പുഷ്പം, DCCയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി MS അനിൽകുമാർ, ഇത്രയും പേരാണ് അവർ കഴക്കൂട്ടത്ത് മത്സരിക്കുന്നത്. അതുപോലെ വഴുതക്കാട് മത്സരിക്കുന്ന നീതു, ആ കുട്ടിയും സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇത്രയും പ്രമുഖരായുണ്ട് ഈ ലിസ്റ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ള ലിസ്റ്റ് 2 ദിവസത്തിനുള്ളിൽ, അതായത് ഘടകകക്ഷികളുമായിട്ടുള്ള ചില സീറ്റുകൾ പൂർത്തീകരിക്കാനുണ്ട്. അതിൽ CMP അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗങ്ങളുടെ ചർച്ചയൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, RSPയുടെ ഒരു സീറ്റിൻ്റെയും കൂടെ ഫൈനലൈസ് ചെയ്യാനുണ്ട്. മറ്റെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ UDF ഒരുമിച്ച് തന്നെ ഈ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ്. നഗരസഭ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.